നമസ്കാരം. ഇന്നലെ ചെയ്തൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട DNA പ്രേക്ഷകർ കണ്ടു കാണും. ഗണേഷ് കുമാർ മന്ത്രിയുടെ സഹോദരിയുടെ ഒരു ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പഴയ ആൾ, ആർ ബാലകൃഷ്ണപിള്ള സാറുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാൾ എന്നാണ് പറഞ്ഞത് എന്നോട്. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അറിയാവുന്ന ചില വിവരങ്ങൾ. പിന്നെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ഗണേഷ് കുമാറിൻ്റെ സ്വന്തം സഹോദരി തന്നെയാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഗണേഷ് കുമാറിൻ്റെ പിതാവ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഇൻ്റർവ്യൂകൾ കിടപ്പുണ്ട്. രാഷ്ട്രീയത്തിലുണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇപ്പോൾ BJP-യിൽ ശക്തനായിട്ട് നിന്ന, കോൺഗ്രസിനെ ശക്തമായി വിമർശിച്ചിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് താൻ അതുവരെ പ്രവർത്തിച്ചിരുന്ന BJP-യെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശക്തമായ വാദങ്ങൾ ഉയർത്തി ഇന്നലെ വരെ നടന്നതൊക്കെ മറന്നുകൊണ്ട് BJP-എതിരെ ഘോര പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം കൊണ്ട് മാറാൻ പറ്റുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ അവർക്ക് വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലല്ലോ. അവരവരുടെ നിലനിൽപ്പ് തന്നെയാണ് ഇതിനകത്തുള്ള പ്രധാന വിഷയം. രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും, പക്ഷേ മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ടും ഞാൻ ചില വിഷയങ്ങൾ പോവുകയാണ്. എന്നോട് വിളിച്ച് പറഞ്ഞാൽ, താങ്കൾ അതിനകത്ത് ഒരു പോളിയോ ബാധിച്ച കുട്ടിയെ ഒരു മന്ത്രിയുടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ച കാര്യം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു അത് ബാലകൃഷ്ണപിള്ള സാറാണോ? ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാനൊരു മന്ത്രിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം, എൻ്റെ വിഷയം അതല്ല. മൂന്നാം തലമുറയ്ക്ക് നാശം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ 2 തലമുറ മുമ്പുള്ള ഒരു വിഷയം, കീഴൂട്ട് രാമൻപിള്ള അദ്ദേഹത്തിന് കിട്ടിയ സ്വത്ത്, അത് എവിടുത്തെ സ്വത്താണ്? അത് അർഹതയുള്ള സ്വത്താണോ? അത് അന്യം വന്നു പോകേണ്ട സ്വത്താണോ? അത് കോടതി വരാന്തകളിൽ പ്രശ്നമുണ്ടാകേണ്ട സ്വത്താണോ? ഇതെല്ലാം ആ സ്വത്തിനെ ആധാരമാക്കി ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതുള്ളൂ. അദ്ദേഹം പ്രതാപിയായിരുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വളരെ കരപ്രമാണി, നായർ പ്രമാണിയായിരുന്ന, പാരമ്പര്യമായി സ്വത്തുണ്ടായിരുന്ന, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന, പണവും പ്രതാപവും സ്കൂളുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലാണ് ബാലകൃഷ്ണപിള്ള സാർ ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചിട്ടുള്ള ഭീകരമായ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം തന്നെ സത്യമാണോ? ഞാൻ പറഞ്ഞു, സത്യം എന്ന് പറയാൻ അത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയാണല്ലോ. അച്ഛൻ അവസാന കാലം പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നും, അച്ഛൻ്റെ സ്വത്തുക്കൾ കൈക്കലാകാൻ ആകെയുള്ള ഒരു മകൻ, അവൻ്റെ വിവിധ വിഷയങ്ങൾ, അവൻ്റെ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ദുഃഖങ്ങൾ, അദ്ദേഹം കാരാഗൃഹത്തിൽ കിടക്കേണ്ട അവസ്ഥ, ഇതെല്ലാം പറഞ്ഞത് മകൾ തന്നെയാണ്. ആ മകൾ പറഞ്ഞത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാം ഒരു പാഠമാകണമെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും, ഇലക്ഷൻ കഴിഞ്ഞാൽ പോലീസുകാർ മുമ്പിൽ വാഹനത്തിൽ പോയി ജനങ്ങളെ അതിവേഗതയിൽ പോകുന്ന ജീവിതത്തിൽ, ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, മാറ്റി നിർത്തിക്കൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടുള്ള കാറിനകത്ത് അതിവേഗതയിൽ പോവുകയും ജനങ്ങളെ തിരിച്ചറിയാതിരിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ. രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ വോട്ടിനും ഇലക്ഷനും വേണ്ടി മാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാധാരണക്കാരനെ ഇലക്ഷൻ കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത, ഞാൻ ഈ അടുത്ത കാലത്തല്ല, എനിക്കങ്ങനെ രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല, ഒരാളുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഇലക്ഷൻ സമയത്ത് നമ്മളോട് അതിഭീകരമായ വിനയവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരാൾ, കാരണം വോട്ടിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ പ്രജകളെ വേണ്ട, പ്രജകൾ അടിമകളാണ്, മറ്റേ പ്രഭുക്കന്മാരാണ്. ഈ ഒരവസ്ഥ അത് എല്ലാ കാലത്തും അത് നിലനിൽക്കണം ഒന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ അതിനകത്തുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിനകത്തുണ്ടെങ്കിൽ മാത്രമേ കാലത്തിൻ്റെ വിസ്മൃതിയിൽ മനുഷ്യൻ്റെ വ്യക്തിത്വങ്ങൾ ആണ്ടുപോകാതിരിക്കൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയത്തിനകത്തൊരു പ്രത്യേക മുഖംമൂടി വേണം, സിനിമയിൽ വേണം ഒരു പ്രത്യേക മുഖംമൂടി. എല്ലാവരും അങ്ങനെയില്ല, വളരെ കുറച്ച് പേര് മാത്രമേ അങ്ങനെ മുഖം മൂടിയിട്ട്, ഞാൻ ജയറാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടൊരു കാര്യം, അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാനത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അതാണ് ശരിയാണോ എന്നുള്ളതല്ല. ഒരു സഹോദരി, ആകെയുള്ളൊരു സഹോദരനെക്കുറിച്ചും തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം സംഭവിച്ചു പോയ, തൻ്റെ ജീവിതത്തിൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അവസാനകാലം സംഭവിച്ചു പോയ വിവരങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ആ മരണപ്പെട്ടു പോയ മനുഷ്യനും കുടുംബത്തിനും ഏറ്റ ആഘാതത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരണ കാരണം ഇതൊക്കെ ബാലകൃഷ്ണപിള്ള സാറിനെ പോലൊരാൾ, അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭനായിരുന്ന ഒരു പ്രാസംഗികനും മന്ത്രിയും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും പേരെടുത്ത് പറഞ്ഞ് വിളിച്ച് പ്രസംഗിക്കുന്നതാണ് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഭാര്യയുടെ മരണശേഷം അനുഭവിച്ച ഏകാന്തത, ഓർമ്മയില്ലായ്മ, ഒരു ചെക്ക് പോലും ഒപ്പിടാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ ഭൂമിക്കും സ്വത്തിനും പണത്തിനും പ്രതാപത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഭീകരമായിട്ടുള്ള വഴക്കുകൾ, മക്കൾ തമ്മിലുള്ള ഭീകരമായ കലാപം, കോടതി വരാന്തകളിൽ അന്യനെ പോലെ നിൽക്കുന്ന അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ള സാറുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു. താങ്കൾ അതിനകത്തൊരു ഗോപാലകൃഷ്ണപിള്ളയെ കുറിച്ചും തങ്കപ്പപിള്ളയെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ഈ സഹോദരിയിൽ നിന്ന് കേട്ട കാര്യമാണ്, എനിക്കറിയത്തില്ല, എനിക്ക് അദ്ദേഹത്തിനെ അറിയത്തില്ല. ഞാൻ ഈ കേട്ട വാർത്തയിൽ പഠനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ലോകത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അർഹതയില്ലാത്ത എന്ത് നമ്മൾ സ്വന്തമാക്കിയാലും നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരാളെ വറ്റിക്കാം, വഞ്ചിക്കാം, ചതിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, തന്ത്രശാസ്ത്രങ്ങളിൽ പറ്റിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ പ്രോഗ്രാമിനകത്ത് അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാനൊരു മാല എടുത്ത് കറക്കി കാണിച്ചത് ആർക്ക് വേണമെങ്കിലും ഇതെല്ലാം കഴിയും എന്നാണ് കാണിച്ചത്. ഇതെല്ലാം എല്ലാ മനുഷ്യനും കഴിയും. സത്യസായി ബാബ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിന് രണ്ട് ആന്തരികമായ അർത്ഥമുണ്ട്, ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ആ പോർഷൻ മാത്രം കാണിച്ചിട്ട് ഹൈന്ദവ സംഘടനകളും ഹൈന്ദവത എല്ലാം തന്നെ വളരെ മോശമാണ്, സ്വാമിമാരെല്ലാം പറ്റിച്ച് ജീവിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഷാഹുൽ ഹമീദ് എന്നങ്ങണ്ട് പറഞ്ഞ ഒരാൾ, അയാളുടെ ലോട്ടറി കച്ചവടം നടത്തിയ 3-4 പേരെ കൊണ്ടുവന്ന് ഒരു വീട്ടിനകത്തിട്ട് ബലി കൊടുത്ത് കൊന്നു, എന്നിട്ട് കുഴിച്ചിട്ടു. അതെന്താ സ്വാമിമാരുടെ വർഗത്തിൽ പെടുന്നതല്ലേ? സ്വാമിമാരാണോ അത്? അങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഏത് വേഷവും കെട്ടാം. മനുഷ്യരങ്ങനെയാണ്. എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അവരുടെ വിശ്വാസങ്ങളിൽ അന്ധത കയറിക്കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലാം, അവന് പണമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അവൻ സ്ത്രീ, അതിനകത്തൊരു ഭാര്യയും ഭർത്താവും അല്ലേ അതിനകത്തുണ്ടായിരുന്നത്? നമ്മൾ കേട്ട വാർത്തകളല്ലേ. അപ്പോൾ ഒരു ഹൈന്ദവ സമൂഹത്തിനെ അടച്ച് ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള ഇത്തരം രീതികൾക്കെതിരെയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ അതിൻ്റെ ആ ഒരു പോർഷൻ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് അതിപ്പോൾ വളരെ മോശകരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് സാരമില്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനുഷ്യനിൽ തന്നെ അവൻ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു അന്ധതയാണെന്ന് ഞാൻ ഇപ്പോഴും പറയും. പിന്നെ ഒരാളെ തള്ളിപ്പറയുമ്പോൾ ഇല്ലെങ്കിൽ അടച്ച് ആക്ഷേപിക്കുമ്പോൾ ഇതിനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ നിശബ്ദനായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ മുരാരി ബാബുവിനെ പോലുള്ള അദ്ദേഹത്തിനെ ഞാൻ അവിടെ വെച്ച് അന്ന് കണ്ടതേ ഉള്ളൂ. മുരാരി ബാബുവിനെ പോലുള്ള ജ്യോതിഷവുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, ബാധാദോഷം മാറ്റുക എന്ന് പറഞ്ഞ് ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ അമ്മയോടൊപ്പം വരുമ്പോൾ സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അബദ്ധം തന്നെയാണല്ലോ. അതെന്താണ്? എന്താണ് ഇപ്പോൾ ബാധാദോഷം എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടോ എന്ന് തിരിച്ചറിയുകയും അത് ഇപ്പോൾ അദ്ദേഹത്തിനെ എന്നെ പലരും വിളിച്ച് പറഞ്ഞു അത് അദ്ദേഹത്തിനെ പെടുത്തിയതാണ്. അതിന് മുമ്പ് തന്നെ ഇദ്ദേഹമായിട്ട് ഞാൻ പ്രോഗ്രാമിന് കണ്ടപ്പോൾ എന്നെ 3-4 പേര് കൊട്ടാരക്കര ഭാഗത്തു നിന്ന് വിളിച്ചിരുന്നു. സ്വാമി, ഇദ്ദേഹം ഇങ്ങനെയുള്ള ആളാണ്, ഇത് അബദ്ധമാണ്, ഇത് സ്വാമി പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളല്ലേ, പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളാണിപ്പോൾ നമ്മൾ പങ്കെടുക്കും. പിന്നെ നമ്മൾ മറ്റേ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഒരാളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന പണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ഉള്ളൂ. അതിനകത്ത് ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എതിർഭാഗത്ത് നിന്ന് ഇപ്പം വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരെയെല്ലാം എതിർക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്, ദൈവവിശ്വാസം ഇല്ലയെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിനൊന്നും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അവരങ്ങനെ വിശ്വസിക്കുന്നു. ദൈവികമായിട്ടുള്ള പ്രപഞ്ചത്തിനൊരു ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരവർ തർക്കിക്കും, അതിന് അവരെ തെറ്റ് പറയാൻ പറ്റൂല. ഇതേപോലുള്ള ഞാൻ പറഞ്ഞില്ലേ, എന്നെ അർജുൻ്റെ സമയത്ത് അർജുൻ മരിച്ച സമയത്ത് എന്നെ ആൾക്കാർ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ജലമാണ് ലക്ഷണത്തിൽ കാണുന്നത്, ജീവനുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല.
ഭാരത് ലൈവ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മരിച്ചുപോയ SP പ്രദീപിൻ്റെ കാലഘട്ടത്തിൽ. അന്ന് ഞാൻ കൊറോണ എന്ന് പറഞ്ഞ രോഗം, ഒരു മാരകമായ രോഗം കടന്നു വരാനുള്ള സാധ്യതയും മനുഷ്യർ കൊല്ലപ്പെടാനുള്ള സാധ്യതയും 9 എന്ന് പറഞ്ഞ സംഖ്യയുമായിട്ട് പിണറായി വിജയൻ സഖാവിൻ്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ചിലരുടെ നിഗമനങ്ങൾ തെറ്റാം, എല്ലാം ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാ സമയത്ത് ആ ബുദ്ധിയിൽ ഉദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന വിഷയങ്ങളിൽ കണ്ടെത്തുന്ന ചില കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും തെറ്റാം. ഇപ്പോൾ എനിക്ക് തന്നെ ഇത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു വണ്ടി ഒന്ന് തട്ടി, നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ നമ്മൾ കുറേ വീട്ടിലിരുന്നാൽ മതിയല്ലോ. ഇതൊന്നും അത്ഭുതങ്ങളും ജാതവിദ്യകളൊന്നുമില്ല. ഇപ്പോൾ ആ സാമ്രാജ്യം എന്ന് പറയുന്ന മാന്ത്രികൻ കാണിച്ച പോലെ ഇതെല്ലാം വെറും കള്ളത്തരമാണ്, ഇതിൻ്റെ മകൾ കാണിക്കും, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തൊഴിലാണത്. അദ്ദേഹം മാന്ത്രികത പഠിച്ചുകൊണ്ട്, മന്ത്രവാദം അല്ല പഠിച്ചത്, മാന്ത്രികത പഠിച്ചുകൊണ്ട് കപട മജിഷ്യൻ, മാജിക്കുകൾ പഠിച്ചുകൊണ്ട് ജനത്തിനെ കൺകെട്ടുകൊണ്ട് കാണിക്കുന്ന കുറേ ജാലവിദ്യകൾ കാണിക്കുന്നു. ആത്മീയത അതല്ല, ഹൈന്ദവതയിലെ തന്ത്രമന്ത്രങ്ങൾ അതല്ല. നമ്മുടെ ജപങ്ങളും ശക്തി ധ്യാനവും ഒക്കെ വളരെ മൂല്യമുള്ളതാണ്. അതൊന്നും മനസ്സിലാക്കാതെ ഒരു സമൂഹത്തെ, ഹൈന്ദവ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലുള്ള ഇത്തരം മനുഷ്യരുടെ രീതികൾ തന്നെ തെറ്റാണ്. ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. അത് നമ്മൾ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി വിശ്വാസമുണ്ടോ എന്നില്ല, വിശ്വാസമുള്ള ഒരാളെ അവിശ്വസിക്കാനും അവിശ്വസിക്കുന്ന ഒരാളെ വിശ്വസിപ്പിക്കാനും നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ആ പ്രോഗ്രാമിന് പോയത് അബദ്ധമാണ്, അത് പോകേണ്ട ആവശ്യമില്ലായിരുന്നു, അതില്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംവാദങ്ങളുണ്ടായി. കുറേ ഹൈന്ദവതയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ പേരെ വിളിച്ചിരുത്തിക്കൊണ്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിട്ടത് മാറി. ആ വിഷയത്തിൽ നിന്ന് അത് പോയി. വിഷയത്തിനുമായി അവിടെ കൊണ്ടിരുത്തിയവരെ മുഴുവൻ ദൈവവിശ്വാസമില്ലാത്തവരിൽ, പ്രപഞ്ചശക്തിയെ വിശ്വസിക്കാത്തവർ തർക്കുത്തരം പറയുകയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ആ പ്രോഗ്രാം അധപതിച്ചു പോയി. കോടിക്കണക്കിന് ആൾക്കാർ കണ്ടു കാണും. അതിനെ പിന്നെ ട്രോളാക്കുക. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യസായി ബാബയുടെ താന്ത്രികമായിട്ടുള്ള അതെന്തുകൊണ്ടാണ് കാണിച്ചത് എന്ന് വളരെ വ്യക്തമായി കാണിച്ചു. അദ്ദേഹം കാണിച്ചത് ആത്മീയതയിൽ ഇത്രയൊക്കെയുള്ള കപടതകൾ ഉണ്ടാകാം, അതാവാം. അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് കാണിച്ചതാകാം. അത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ടത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഞാനത് വളരെ ക്ലിയറായിട്ട് ഇത് ആർക്കും സാധിക്കുന്നതാണ്. അവൻ്റെ മെൻ്റൽ പവർ ഉപയോഗിച്ച് ആർക്കും ഇത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊന്ന് എൻ്റെ മനസ്സിനെയോ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയോ ഞാൻ നടന്നു പോകുന്ന എൻ്റെ വഴികളിലെയോ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മൂല്യങ്ങളെയോ ഒന്നും തകർക്കാനൊന്നും ആർക്കും പറ്റില്ല. കാരണം ഞാൻ പോകുന്ന വഴി വളരെ ക്ലിയർ ആണെന്ന് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. എനിക്ക് ബോധ്യപ്പെടുന്നത് മാത്രമേ ഞാനിവിടെ വന്നിരുന്ന് പറയാറുള്ളൂ. ഇപ്പോൾ ഈ പ്രാവശ്യം 17 മുതൽ 20-ാം തീയതി വരെ ഞാൻ മുറിപ്പാടത്തിന് മാടൻ തമ്പുരാൻ അമ്പലത്തിൽ ഫലം പറയുന്നുണ്ട്. അവിടെ മന്ത്രവാദം കൊണ്ടുവന്നവരും എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിക്കുമല്ലോ. കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വിഷയമുണ്ട്. കുട്ടി പഠിച്ചില്ലെങ്കിൽ കഞ്ചാവും ചരസും ഒക്കെ വലിച്ചിട്ടിരുന്ന് ബോധം കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ ചോദിക്കണം, എന്തിനാണ് മുരാരി ബാബുവിൻ്റെ അടുത്ത്, അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറോ അദ്ദേഹം കൂലിപ്പണിക്കാരനോ അദ്ദേഹം ചാണകമായിരുന്നവനോ ഒക്കെ ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു കാലത്ത് സിദ്ധി ഉണ്ടായിക്കൂടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നുമില്ലാതെ ഒരാൾ എന്തെല്ലാമൊന്നും കാണിക്കില്ലല്ലോ. അവിടെ എവിടെയാണ് പ്രശ്നം പറ്റിയത്? ഇത്തരം ആൾക്കാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ. ഏതാണ് ഈ അമ്മയും മകളും? ഈ 16 വയസ്സുള്ള കുട്ടിയെ എന്തിനാണ് ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അമ്മയാണ് അതിനകത്ത് ഏറ്റവും വലിയ തെറ്റ്, അബദ്ധം അല്ലേ? അങ്ങനെ ബാധാദോഷമുള്ളൊരു കുട്ടി, അമ്മ പുറത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് കുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിവിട്ട എന്തിനാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാമക്രോധ മോഹാദികൾ അടക്കാൻ പറ്റാത്ത ഇതുപോലുള്ള ജ്യോതിഷ പണ്ഡിതന്മാർ ഒരുപാടുണ്ടാവും. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തിന് അന്ന് ഒരു ദിവസം അവിടെ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. അതിനെ ജ്യോതിഷശാസ്ത്രത്തെ അടച്ചാക്ഷേപിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ വാർത്താ ചാനലാക്കുകയും അതിനെ യൂട്യൂബിലൂടെ ക്രിയേറ്റ് ചെയ്ത് അതിനെ മറ്റൊന്നിലാക്കി ജ്യോതിഷ പാണ്ഡിത്യം അത് അപാരമായി പറയുന്ന പ്രശ്നം വെച്ച് പരിഹാരങ്ങൾ പറയുന്ന നിരവധി പേരുണ്ട്. ഇത് കച്ചവടമായി പോയതിനെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് കച്ചവട ചരക്കാക്കി, അത് ഉപജീവന മാർഗമാക്കിയവരാക്കി തന്നെ അവസാന കാലത്ത് മന്ത്രം പോലും ജപിക്കാൻ പറ്റാത്ത മറന്നുപോയവരുണ്ട്. ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുന്നില്ലേ അദ്ദേഹം? ഒന്നത് ഈ ബാധാദോഷം എന്നൊക്കെ പറയുന്ന മനസ്സിൻ്റെ ആഘാതങ്ങളേറ്റ് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിഷയങ്ങളാണെന്നറിയാം. എൻ്റെ അടുത്തൊരു ഒരു പെൺകുട്ടിയും സഹോദരനുമായിട്ട് വന്നിരുന്നു. ആൺകുട്ടിക്കുണ്ട് ഇങ്ങനെ നിവർത്തി നിൽക്കാൻ വയ്യ. ഞാനത് ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്തതാണ്. എനിക്കത് കാര്യം എന്താണ് മനസ്സിലായി. ഞാൻ പറയുന്നത് ഒന്നും ചെയ്യണം, നിങ്ങളവിടെ ഹോമം വല്ലതും നടക്കുമ്പോൾ അവിടെ വന്നിരുന്നോളൂ എന്ന്. ആ ഹോമം നടന്നൊരു കുട്ടി ഒന്ന് അലറി, എന്നിട്ട് എഴുന്നേറ്റ് പോയി. അത്ര തന്നെ. ഒരു പൂജയും ചെയ്യേണ്ടി വന്നില്ല, ഒരു മന്ത്രവും ചെയ്യേണ്ടി വന്നില്ല. മനസ്സിലേക്കുന്ന ചില ആഘാതങ്ങൾ, ആ ആഘാതങ്ങൾക്ക് അഗ്നിയുടെയും പുകയുടെയും ഒക്കെ ഇല്ലെങ്കിൽ മന്ത്രോച്ചാരണമൊക്കെ കേൾക്കുമ്പോൾ വരുന്ന മാറ്റമേ ഉള്ളൂ.
അതൊന്നും ബാധയാണെന്ന് പറയില്ല. ചില എനർജികൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്, അതൊന്നും ഇല്ലാന്നൊന്നും പറയില്ല. എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്ന എനർജിയിൽ നിന്നാണ്. അത് എത്തരത്തിലുള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അതാണ് പ്രധാനം അല്ലേ? എങ്ങനെയാണ് കാണുന്നത്? ആദ്യം നമ്മൾ ഈ ഇതിലുള്ള അന്ധത എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനതിനെ വളരെ എൻ്റെ അടുത്ത് മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്. അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രേതങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അദ്ദേഹം ആണ് പ്രേത ലോകത്തെക്കുറിച്ച് അങ്ങനെ അടങ്കലെടുത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടതാണ്. ഇങ്ങനെ ഒരു കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരൻ പിന്നെ എൻ്റെ അടുത്ത് ഇത്രയൊക്കെ ഫലങ്ങളൊക്കെ പറഞ്ഞു, അത് വളരെ കൃത്യമായിരുന്നു, എന്താണ് താങ്കളുടെ അഭിപ്രായം? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ 75% നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ 25% പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ അദ്ദേഹം അങ്ങനെയാണ് ഫലം പറയുന്നത്. 25% എങ്ങനെ എടുക്കുന്നതായി പറയണത്? ഇത് പഴക്കട വല്ലതുമാണോ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇങ്ങോട്ട് എടുക്കാൻ? മനസ്സിൻ്റെ ഒരാളുടെ ഫലം പറയുക എന്നുള്ളത് അത് ഒരാളുടെ ചിന്തകളെ അനുസരിച്ചിട്ടോ ഒരാളുടെ ഉപാസന ബലം അനുസരിച്ച് വരുന്ന ആളിൻ്റെ സമയം വെച്ചും ലക്ഷണശാസ്ത്രം അനുസരിച്ചും ഫലം പറയാൻ പറ്റും. തെറ്റിയിട്ടുണ്ട്, എനിക്ക് തെറ്റി എത്രയോ കാര്യങ്ങളുണ്ട്. അത് അവർക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, തെറ്റിപ്പോയിട്ടുണ്ട്. കാലം കഴിഞ്ഞിട്ട് അത് ഇങ്ങനെയാണ് പറയേണ്ടിയിരുന്നത് എന്ന് എനിക്ക് പിന്നെ കാലം ബോധ്യപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ SP പ്രദീപിൻ്റെ മൃത്യുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പത്രപ്രവർത്തകൻ ഭാരത് ലൈവായിട്ട് ഞാൻ സ്ഥിരം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ്. പ്രദീപ്, ഇത്ര സമയം വരെ ദോഷകാലമാണ്, അതിന് ഉച്ച സമയത്ത് ഇറങ്ങി പോകരുത്. ഒന്നുമില്ല സാർ, എനിക്കൊന്നും സംഭവിക്കില്ല. ഇറങ്ങിപ്പോയി മൃത്യു സംഭവിച്ചില്ലേ? അങ്ങനെ ചില സൂചനകൾ കൊടുക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇതൊക്കെ വേറൊരു ലോകമാണ്. മരണവും മരണാനന്തര ജീവിതവും ഇതുപോലുള്ള വിഷയങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങളാണ്. നമുക്കിതൊന്ന് ശരി, ഇതാണ് തെറ്റ്. എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാം, തെറ്റ് പറ്റാം. പക്ഷേ ഇവർ ശാസ്ത്രത്തെ നമ്മൾ അടച്ചേക്ഷേപിക്കുന്ന വിധത്തിൽ എല്ലാ വിശ്വാസങ്ങളും തെറ്റാണെന്ന് പറയുന്നത്, ഹൈന്ദവ സന്യാസത്തിൽ വിശ്വസിക്കുന്ന ഉപാസകരെല്ലാം കള്ളന്മാരാണെന്ന് വിശ്വസിക്കുന്നത്, അതിനെ തർക്കുത്തരം പറഞ്ഞ് നമ്മളെ ആ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരെയും കൂടെ താറടിക്കുന്നത്, ഇതൊന്നും നല്ല രീതികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്താണെങ്കിലും ശാസ്ത്രത്തിൻ്റെ പുരോഗമനത്തിൻ്റെ അങ്ങ് അറ്റം നിന്ന് കണ്ടെത്തുന്നവരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടെയൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ ബഹുമാനം വളരെ നല്ലതാണ് അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജ്യോതിഷശാസ്ത്രത്തിനെ ഞെട്ടിപ്പിക്കുന്ന ഫലങ്ങൾ പറഞ്ഞിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. പാമ്പ് കൊത്തിക്കൊണ്ട് വരുന്ന അറിയുന്നുണ്ട്. പാമ്പ് കൊത്തി ഇന്ന സമയത്ത് ഒരാളെ പാമ്പ് കൊത്തി ഇന്നടത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞ് വെളുപ്പിനെ ഉണർന്ന് മരുന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന മാന്ത്രികന്മാരുണ്ട്. കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ പുരാണങ്ങളിലേക്ക് മാത്രം പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലഘട്ടത്തിൻ്റെ പുറകിലോട്ട് പോയാൽ തന്ത്രമാന്ത്രങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടാക്കി ഒരുപാട് പേരുണ്ട്. നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ എല്ലാത്തിനെയും വിമർശിക്കുക, എല്ലാത്തിനെയും ഏറ്റവും മോശമായി കാണുക, എല്ലാത്തിനെയും അങ്ങനെ ഇതൊന്നും നമുക്ക് വിശ്വാസമില്ല. അത് ഞാൻ ചോദിച്ചാൽ ഹൈന്ദവതയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ആദ്യം മുന്നിൽ നിൽക്കുന്നത്. ബാക്കിയുള്ളവർ പോട്ടെ, അവർ ജനിച്ച മതത്തിൻ്റെ അനുസരിച്ച് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവർ സംസാരിക്കും. ഇതൊന്നും പരസ്പരം തർക്ക വിഷയമാക്കരുത്. ഇത് പോയത് അബദ്ധമായി പോയി എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു. എനിക്കൊന്നും ഇത് തർക്കിച്ച് ജയിക്കാൻ പറ്റുന്ന ജ്ഞാനമൊന്നും എനിക്കുള്ളതല്ല. ഞാനിങ്ങനെ ചെറിയ ഫലങ്ങളൊക്കെ പറയും. എനിക്കൊരു ചെറിയ ഉപാസനയുണ്ട്, അതുകൊണ്ട് ആൾക്കാരോട് ഫലം പറയും. പറ്റുന്നതാണെങ്കിൽ പറയും, പറ്റില്ല എന്നാണെങ്കിൽ പറയില്ല. ഇത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ ബാലകൃഷ്ണപിള്ള സാറിനെ കുറിച്ചും ഗണേഷ് കുമാറിനെ കുറിച്ചും പ്രോഗ്രാം ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഗണേഷ് കുമാർ അടുത്ത പ്രാവശ്യം ജയിക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നാം രാഷ്ട്രീയം പറയാൻ എനിക്ക് താല്പര്യമില്ല. ജയിക്കുമോ ഇല്ലയോ എന്നുള്ള അല്ല. താങ്കൾ പണ്ട് പിണറായി വിജയൻ അത് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 എന്ന് പറഞ്ഞ സംഖ്യയുമായിട്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ ഭാരതത്തിലേക്ക് വന്ന പ്രോഗ്രാമിൽ കിടക്കുന്നുള്ളൂ. ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അന്ന് പറയാൻ പറ്റി, ഇനി പറയുമെന്നുള്ളത് അറിയത്തില്ല. രാഷ്ട്രീയം അതൊക്കെ ഏത് നിമിഷവും മാറിയും മറിഞ്ഞൊക്കെ വരുന്നത് ഒരാളുടെ ഗ്രഹനില അനുസരിച്ച്, ആ ഗ്രഹനിലയിലെ ഓരോ ദശാസന്ധികളനുസരിച്ച്, ആ ഗ്രഹത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ പഠന വിഷയമാക്കിയതിന് ശേഷം മാത്രമാണ് ഇതിനൊരു തീരുമാനം പറയാൻ പറ്റുക. അതല്ലാതെ ഇത് തർക്ക വിഷയമാക്കി വളരെ ഇപ്പോൾ രാവിലെ മുതൽ ഞാൻ കേട്ടാൽ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്തുള്ള വിഷയങ്ങളാണ് ആൾക്കാർ എന്നെ വിളിച്ച് പറയുക. ഇന്നലെ ഗണേഷ് കുമാറിൻ്റെ പ്രോഗ്രാം ചെയ്തപ്പം അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുക. അത് ഗണേഷ് കുമാറിൻ്റെ സഹോദരി തന്നെയാണ് ആ കുടുംബത്തിലെ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് മലയാളി വാർത്ത ഇൻസൈഡിൽ സംസാരിച്ചത്. എനിക്കറിയാവുന്ന ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സരിത എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളാണ്. സരിതയുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ്. അത് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും, എനിക്ക് മനസ്സിലാകുന്നതാണ്. അവരൊക്കെ ഈ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സമ്പാദ്യമുള്ള ആളല്ല സരിത.
അതൊക്കെ നമ്മുടെ തോന്നലുകൾ ആണ്. നമ്മൾ ഒരാളുടെ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ ഉൾരഹസ്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അവരുടെ ഒരു മാനസികമായ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ആ സരിതയെക്കുറിച്ച് സ്വാമി എന്തിനാണ് പ്രോഗ്രാം ചെയ്ത്? കോടിക്കണക്കിന് രൂപയുണ്ട്, അവർക്ക് അവിടെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, തമിഴ്നാട്ടിൽ ഏക്കർ കണക്കിന് സ്വത്തുണ്ട്. അതൊന്നും ഉള്ളതായിട്ട് ഉണ്ടാമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത് കാര്യം. ഉള്ളതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. അങ്ങനെ സാമ്പത്തിക ഭദ്രത, അവരുടെ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു, അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ഭദ്രത ഉള്ള ആളുമല്ല. പിന്നെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒരു ജ്യോതിഷവും ശാസ്ത്രവുമായിട്ട് അറിയാവുന്ന ഒരാളോ ഒരു സ്വാമിയോ ഒന്നും കടന്നു ചെല്ലേണ്ട ആവശ്യവുമില്ല. അത് പറഞ്ഞ് സ്വയം കൃതാർത്ഥനാവേണ്ട ആവശ്യവുമില്ല. അവർക്ക് അങ്ങനെ ഒരു സൗഹൃദങ്ങൾ ആരെങ്കിലുമായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യതയായിട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത്. അതിനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അതിനെ ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ആ ചാനലിന് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ല കാര്യം. എന്തായാലും ആ പ്രോഗ്രാം നമ്മുടെ മുരാരി ജ്യോതിഷനുമായിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ, മുരാരി ജ്യോതിഷനെ പറ്റിയ അബദ്ധങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം ഡാൻസ് കളിക്കാൻ പോകുന്നു, അല്ലേ, വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പാട്ട് പാടുന്നു, അബദ്ധങ്ങൾ വിളിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ ഇരുന്നപ്പോൾ തന്നെ അവിടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം ജീവനോട് തിരിച്ചു വരുന്നു. ഒരിക്കലും സാധ്യമുള്ള കാര്യമല്ല. കാരണം അത് ഞാൻ ലക്ഷണം നോക്കുമ്പോൾ ജലം എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചു, അർജുൻ എവിടെയെന്ന് ചോദിച്ചു. ഒരുപാട് പേര് വന്നപ്പം ഞാൻ ജലമാണ്, ജലം എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കാരണം ജലം മാത്രമേ കാണുന്നുള്ളൂ. ഒരു മനുഷ്യൻ്റെ ശരീരമോ ഒരു വാഹനമോ നമ്മൾ ലക്ഷണത്തിലില്ല. അപ്പോഴെങ്ങനെയാണ് ഇന്ന ഭാഗത്ത് നിന്ന് തിരിച്ചു വരുമെന്ന് പറയുക? അതൊക്കെ ജ്യോതിഷത്തിലുള്ള അജ്ഞത കൊണ്ടെന്നേ എനിക്ക് പറയാൻ പാടുള്ളൂ, ഞാൻ പറയുള്ളൂ. ജ്യോതിഷം എന്ന് പറയുന്ന ഒരു മഹാകടലാണ്, വളരെ വിശാലമായിട്ട് അനന്തമായ കടലാണ്. ആ കടലിൽ ഒരു ചിരട്ടയിൽ വെള്ളം കോരിയിട്ട് ഇതാണ് കടൽ എന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. ആ ശാസ്ത്രത്തെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൈന്ദവ സമൂഹം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഇല്ലേ, ഹൈന്ദവ സമൂഹം തന്നെ ഉണ്ടാകുന്നു. ഒരാളെ വീഴ്ത്താൻ, ഒരു ജ്യോതിഷ പണ്ഡിതനെ വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ അയാളെ വീഴ്ത്താനായിട്ടുള്ള മാർഗം എന്താണ്, അയാളുടെ വീക്ക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ വീഴ്ത്താൻ ശ്രമിച്ചപ്പോൾ ആ വീഴ്ത്തയിൽ അയാൾ വീണുപോയി. പിന്നെ ശാസ്ത്രത്തെക്കുറിച്ച് എത്ര അപബോധം, ജ്യോതിഷത്തെക്കുറിച്ച് എത്ര അപബോധമാണ് ഈ ഇദ്ദേഹത്തിനുള്ളതെന്ന് കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. പിന്നെ മുരാരി ജ്യോതിഷാലയമാണ് ഇപ്പോൾ പെട്ടല്ലോ. എന്നാൽ ജ്യോതിഷ സമൂഹത്തിന് മുഴുവൻ, ഹൈന്ദവതയിലെ സന്യാസി സമൂഹത്തിന് മുഴുവൻ, അല്ലെങ്കിൽ ഉപാസകർക്ക് മുഴുവൻ, ജ്യോതിഷ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്നവരെ മുഴുവൻ മുരാരി ബാബുവായിട്ട് പ്രതിരൂപമായിട്ട് കാണാവുന്ന ഒരു അവസ്ഥ അദ്ദേഹം തന്നെ ഉണ്ടാക്കി. എന്തിനാണ് 16 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ട് മുറിയിലേക്ക് പോയി ഇത് വാതിലടച്ചിട്ട്? അത് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടല്ലേ സംഭവിച്ചു പോയത്. അദ്ദേഹത്തിന് ഉപാസന ഉണ്ടെങ്കിൽ ആ ഉപാസന അനുസരിച്ചിട്ടുള്ള ജനങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രശ്ന പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഫലങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അതിന് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതല്ലേ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ബാധ ഒഴിപ്പിക്കാനൊന്നും ജ്യോതിഷന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. തന്ത്രമാന്ത്രികത്തിനകത്ത് ബാധാദോഷത്തെക്കുറിച്ച് പറയുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കലിയുഗത്തിൽ അതിനൊക്കെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ തിരുവണ്ണാമലയിൽ പോയി ഒരു കുട്ടിക്ക് ഭയങ്കര പ്രേതബാധയാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആ കുട്ടി രാത്രിയാവുമ്പം ഭയങ്കര പ്രശ്നമാണെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ തിരുവണ്ണാമലയിൽ 3 ദിവസം താമസിച്ചുകൊണ്ട് 3 റൗണ്ട് നടന്നോളാൻ പറഞ്ഞ് എല്ലാം പോകുന്നു. പിന്നെ ഉണ്ടായിട്ടില്ല. ആ എനർജി അങ്ങ് പോയി. നടന്നു കഴിഞ്ഞപ്പോൾ 10-14 കിലോമീറ്റർ ഒരു ഗിരിവലയം വഴി 3 ദിവസം അവിടെ താമസിച്ച് നടന്നോളാൻ പറഞ്ഞു. ഇതെല്ലാം പൂജയും മന്ത്രവും പരിഹാരവുമെന്ന് പറഞ്ഞ് ഈ ഒരു സന്യാസി സമൂഹത്തെ അല്ലെങ്കിൽ ഉപാസക സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ജ്യോതിഷശാസ്ത്രം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ പഠന വിഷയമാക്കാതിരിക്കുകയും അതിൻ്റെ സത്യസന്ധമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്പജ്ഞാനം കൊണ്ട് നമുക്ക് അല്പജ്ഞാനം കൊണ്ട് നമ്മൾ ബാക്കിയൊക്കെ മറന്നുപോകും. ഇതാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വിളിച്ചോതുന്ന സത്യങ്ങൾ ഉണ്ടാക്കുന്ന ദോഷങ്ങളാണ് മുരാരി ബാബുവിനും ഉണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ ഗണേശനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി പറഞ്ഞതാണ്. ഗണേശനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമല്ല, രാഷ്ട്രീയമായ ഏറ്റവും മോശ കാലഘട്ടമാണ്. അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഗണേശൻ ജയിക്കണമെങ്കിൽ കഠിനാധ്വാനം വേണ്ടിവരും. നാവ് പിഴയ്ക്കാതെ നോക്കണം. നല്ല ശക്തമായ ദോഷകാലമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇതിനിപ്പോൾ നാളെ സ്വാമി അദ്ദേഹം തോക്കുമെന്ന് പറഞ്ഞു. കാന്തല്ലൂർ സ്വാമി സുൽപരമേശ്വരൻ പറഞ്ഞു ഗണേശൻ 10ാം വരത്ത് തോറ്റുപോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതല്ല ഞാൻ പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഗണേശനുള്ളത്. അതുകൊണ്ട് കാലിൻ നടിയിലെ മണ്ണ് ചോർന്നു പോകാതെ നോക്കണം.
ചുറ്റും നിൽക്കുന്നവർ വഞ്ചിക്കപ്പെടാതെ നോക്കണം, ജീവിതത്തിൽ ഇരിപ്പിടങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ശ്രദ്ധ വേണം. ഇത് ഞാൻ ഒറ്റ ലക്ഷണത്തിൽ നോക്കി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഗണേശൻ മന്ത്രി എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം കഴിവുള്ള ആൾ തന്നെയാണ്, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരെ അദ്ദേഹം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നവരാണ്. പക്ഷേ ചില നേരങ്ങൾ പിഴയ്ക്കുന്ന നാവും ചില പൂർവ്വജന്മ ദോഷങ്ങളും പൂർവികമായ സ്വത്തിൻ്റെ മൂന്നാം തലമുറയുള്ള ദോഷമൊക്കെ അദ്ദേഹത്തെ ബാധിച്ചാലുണ്ടാകുന്ന വിപത്തിനെ ഒന്നുകൂടി ഓർമ്മിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.